ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുശീല അർഷയോട് പറയാണ്, ഞാൻ പറയുന്നത് പോലെയൊന്നും ഇപ്പോൾ ഇന്ദ്രൻ കേൾക്കുന്നില്ല അർഷയെ. പണ്ടായിരുന്നെങ്കിൽ ആ സുധന ഉണ്ടായിരുന്നു, എന്തിനും ഏതിനും സുധൻ വന്നിരുന്നു എന്നിങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ ഇത് കേട്ടോടെ തന്നെ ഹർഷ പറയാണ്, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തിരുവനന്തപുരത്തോട്ട് പോയിക്കൂടെ? അയ്യോ, എനിക്കൊറ്റയ്ക്ക് തിരുവനന്തപുരത്തോട്ട് പോകാൻ പറ്റില്ല. ആ സച്ചിയുടെ അമ്മാവൻ എന്ന് പറയുന്നത് അതൊരു ചൊറിയനാണ്. അയാൾ ഓരോന്ന് ചൊറിഞ്ഞ് ചോദിക്കും, നിങ്ങളുടെ മക്കളില്ല അവിടെ എന്നൊക്കെയുള്ള ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് പണ്ടത്തെ പോലെ പോകാനൊന്നും എനിക്ക് കഴിയില്ല. സുധന ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ബന്ധുവാണെന്ന് പറഞ്ഞിട്ടെങ്കിലും കൊണ്ടുപോയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ, അതിനിപ്പോൾ സുധനനെ വിളിക്കാതിരിക്കണ എന്തിനാ ആൻറ്റി എന്ന് പറയുമ്പോൾ, അയാൾ പിണങ്ങിപ്പോയില്ലേ, അവൻ പോകുമ്പോൾ ലാസ്റ്റ് പറഞ്ഞ വാക്കുകൾ ഇന്നും എൻ്റെ മനസ്സിലുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഹർഷ പറയണ, അയ്യോ എൻ്റെ ആൻറ്റി, സുധന ആ ഒരു വെറുപ്പും ആ ഒരു ദേഷ്യമൊന്നും ഇല്ല എന്ന് പറയട്ടെ. അത് കേട്ടോടെ തന്നെ നിനക്കെങ്ങനെ അറിയാം? ഇന്നലെ സുധനങ്ങൾ ഇവിടെ വന്നിരുന്നു. അത് കേട്ടോടെ തന്നെ എന്തിനെന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല, വെറുതെ വന്നതാണ്. സുശീലയ്ക്ക് ഇപ്പോൾ എന്നോട് മിണ്ടാട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട്, സുശീലയോട് എനിക്ക് കാണുകയാണെങ്കിൽ വെറുപ്പും ദേഷ്യമൊന്നും ഇല്ല എന്ന് ഒന്ന് ഹർഷയോട് പറഞ്ഞേക്ക്, ഹർഷ നീ സുശീലയോട് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞിട്ട് സുധന ഇവിടെ വന്നിരുന്നു എന്ന് പറയാനിട്ടാ. അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ കുടിയൊക്കെ നിർത്തിയോ എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ മകൾ ഒറ്റ ദിവസം കൊണ്ട് എൻ്റെ കുടി നിർത്തിച്ചു എന്ന് പറയണ്ട. അപ്പോൾ ഇത് കേൾക്കുന്ന സുശീലയ്ക്ക് ഒത്തിരി സമാധാനമാവുകയാണ്. അപ്പോൾ ഇത് രവിയുടെയും അതുപോലെ ഹർഷയുടെയും അടുത്ത് വന്നിട്ട് സുധൻ പറയുന്ന ആ ഒരു സീന് കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹർഷ ഈ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് രവി കയറി വരുന്നത് കേട്ടോ. അപ്പോൾ രവി വന്നപാടെ, സുധന ഇന്നലെ ഇവിടെ വന്നിരുന്നു ആൻറ്റി, കാര്യങ്ങളൊക്കെ സുധന പറഞ്ഞു, എനിക്ക് വെറുപ്പും ദേഷ്യമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു, സുശീലയോട് ഇക്കാര്യം പറയണമെന്നൊക്കെ പറഞ്ഞു എന്ന് പറയണ്ട. എന്തായാലും ഇനി സുധനെ കൂട്ടി വേണം തിരുവനന്തപുരത്തോട്ട് പോകാൻ, എനിക്കൊരു ആൺതുണ വേണം, അത് സുധന ആയാലും മതി, കാര്യങ്ങൾ നടക്കാൻ അത്ര, ഇതുകൊണ്ട് സുധനും ഉപകാരം ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ സുശീല പറയുമ്പോൾ അവിടെ രവി മനഃപൂർവ്വം തന്നെ ഒരു കുത്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതായത് മനസ്സിലെ പക കയറിയവർ ഒരിക്കലും ആ പക വിടില്ല. ആ പക മനസ്സിൽ കൂട്ടിപ്പിടിച്ച് തന്നെ പിന്നീട് സ്നേഹിച്ച് പുറത്ത് സ്നേഹം നടിക്കുമെന്ന് പറയണ്ട. അപ്പോൾ അത് കേൾക്കുന്ന ഹർഷ പറയണേ, എൻ്റെ രവിയേട്ട ഇങ്ങനെയൊന്നും പറയാതെ, ആ സുധന അങ്ങനെയൊന്നുമില്ല, അയാളുടെ വെറുപ്പൊക്കെ കളഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ, എനിക്ക് പറയാനുള്ളത് പറഞ്ഞു എന്ന് പറയണേ. ഇതേ സമയം അവനൊരു പാവ എന്നിങ്ങനെ സുശീലയും പറയണം കേട്ടോ. പിന്നീട് സുശീലയും ഹർഷയും ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് സുശീല പുറത്തോട്ട് പോകാൻ നിൽക്കുമ്പോൾ രവി, സുധനെ കളത്തിലിറക്കിയത് ആരാണെന്ന് ഇനി വഴിയെ അറിയാനിരിക്കുന്നേ ഉള്ളൂ എന്നിങ്ങനെ രവി എന്തൊക്കെയോ മനസ്സിൽ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ ലതികയാണ് കാണിക്കുന്നത്. ലതിക ഇങ്ങനെ പറയുകയാണ്, എൻ്റെ മോന് ഇനി വഴി തെറ്റി പോകുമോ എന്നൊരു പേടി ലംബോദരനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ലംബോദരൻ പറയണേ, അവനൊരിക്കലും വഴി തെറ്റില്ല, കാരണം അവൻ്റെ ഓട്ടം ആ ഒരു ജോലി, അതിനുവേണ്ടി അവൻ ഏത് വഴിയും തിരഞ്ഞെടുക്കുമെന്ന് പറയട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന ലതിക പറയുകയാണ്, അതന്നെ എൻ്റെ പേടി, മഞ്ചാടി കേസ് ഒഴിവാക്കിയെങ്കിലല്ലേ ഈ ഒരു കേസിൽ നിന്ന് ഒഴിവാവുള്ളൂ, പിന്നെ ആ മാഷ് ഇവിടെ വേണം, മാഷ് ഇവിടെ ഇല്ലേനും പിന്നെ എന്ത് ചെയ്യാനെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ലംബോദരൻ പറയണം, മാഷിൻ്റെ വേർപാട് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ്, അതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ടെന്ന് പറയുമ്പോൾ ലതിക പറയണേ, മഞ്ചാടി വിചാരിച്ചത് നടക്കില്ല, രഘുവും ദാസൊക്കെ വിചാരിച്ച കേസ് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ബൈക്ക് പുറത്ത് വന്ന ഒരു സൗണ്ട് കേൾക്കണം കേട്ടോ. അങ്ങനെ ലതികയോട് ലംബോദരൻ പറയണ, ആരാണ് വന്നിരിക്കുന്നത്, ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് പോയി നോക്കണം. അപ്പോൾ കാണുന്ന കാഴ്ച ജീവരാജിനെ ആയിരിക്കൂട്ടോ. ജീവൻരാജിനെ കാണുന്ന ലംബോദരൻ്റെ നിയന്ത്രണം പോവാണ്. പിന്നീട് ലംബോദരൻ ഒന്നും നോക്കില്ല, എന്താണ് നീ ഈ വഴിക്ക് വന്നിരിക്കുന്നത്, എൻ്റെ വിനയൻ ഇപ്പോൾ നേരായി വരുന്നതാണ്, നിന്നെ ഈ വീട്ടിൽ കണ്ടു കഴിഞ്ഞാൽ അവൻ വീണ്ടും വഴി തെറ്റും, അതുകൊണ്ട് നീ മര്യാദക്ക് പോകുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അങ്ങോട്ടേക്ക് ശബ്ദം കേട്ട് ലതിക ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പോൾ ലതിക ജീവരാജിനെ കാണുമ്പോൾ നന്നായി പേടിക്കുന്നുണ്ട്. ഇതേ സമയം എനിക്ക് വിനയനെ പോലെ നേരാവണം, എൻ്റെ തെറ്റുകൾ എനിക്ക് മനസ്സിലായി, എനിക്ക് നേർവഴിയിലൂടെ നടക്കാനാണ് ഞാനൊരു സഹായം ചോദിച്ചാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ ലതിക പറയണം, അവനെ ഏട്ടാ പറഞ്ഞു വിടുമെന്ന് പറയട്ടോ. എന്നാൽ ഈ സമയം അമ്മയുടെ ഒരു മകനെ തന്നെയല്ലേ ഞാനും, അമ്മയുടെ ഒരു മകനെ അമ്മ നേരാക്കുമെങ്കിൽ ഈ മകനെയും കൂടി നേരാക്കിക്കൂടെ. അപ്പോൾ അത് കേൾക്കുന്ന ലംബോദരൻ പറയണേ, അവളുടെ മകനെ കൊണ്ട് തന്നെ മടുത്തിരിക്കുന്ന സമയത്ത് നിന്നെ നേരാക്കേണ്ട ഉത്തരവാദിത്തം അവൾക്കില്ല എന്ന് പറയട്ടോ. അങ്ങനെ ലംബോദരൻ മര്യാദക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ജീവരാജിനെ പറഞ്ഞു വിടുകയാണ്. വിനയൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞില്ല. അപ്പോൾ വിനയൻ്റെ ബൈക്ക് ഇവിടെ കാണുന്നുണ്ടല്ലോ, വിനയൻ്റെ ബൈക്കൊക്കെ ഇവിടെ ഉണ്ടാവും, പക്ഷേ വിനയൻ വരുന്നതിന് മുന്നേ ദയവ് ചെയ്ത് നീ ഒന്ന് പോയെന്ന് പറഞ്ഞു വിടുമ്പോൾ വിനയൻ കാണാൻ ഇങ്ങനെ നടന്നു വരുന്ന കേട്ടോ. അപ്പോൾ വിനയനെ കാണുന്ന ജീവരാജ് ഓടിച്ചെല്ലാണ്. അപ്പോൾ വിനയൻ്റെ മുഖമൊക്കെ ആകെ മാറി മറയുന്നത്, എന്തിനാണ് നീ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്ന് ജീവരാജിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജീവരാജ് പറയണം, അത് പിന്നെ ഞാൻ വന്നത് ഞാൻ നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. എന്ത് കാര്യം, എന്തായാലും നീ പറഞ്ഞോളൂ, ഞാനൊന്ന് സമാധാനമായി ജീവിച്ചോട്ടെ എന്ന് പറയുമ്പോൾ, എനിക്കും നിൻ്റെ പോലെ സമാധാനമായി ജീവിക്കണം, കാരണം എനിക്ക് ഇപ്പോൾ കോളേജിൽ PGക്ക് റാങ്കിൽ വന്നിട്ടുണ്ട്, ഞാൻ നല്ല ഹൈ മാർക്കുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, നിൻ്റെ കൊള്ളരുതായ്മയിലും നീ ഇത്രയും പഠിച്ച് മാർക്ക് മേടിച്ചല്ലോ എന്നൊക്കെ പറയുമ്പോൾ, അത് കൊള്ളരുതായ്മയൊക്കെ ഉണ്ടായത് ഈ പരീക്ഷ എഴുതുന്നതിന് ശേഷമാണെന്ന് പറയണ്ട. അപ്പോൾ ഇത് കേൾക്കുന്ന ജീവരാജിനോട് ചോദിക്കുക, നീ എന്തിനാണ് എൻ്റെ അടുത്തിട്ട് വന്നിട്ടുള്ളത്. ഉടൻ തന്നെ പറയണേ,
ഞാൻ വന്നിരിക്കുന്നത്. ആ കേസ് എങ്ങനെയെങ്കിലും ഒഴിവാക്കി കഴിഞ്ഞാലാണ് എനിക്ക് തുടർ പഠനം നടക്കുകയുള്ളൂ. എനിക്ക് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹപ്രകാരം അവരുടെ ആഗ്രഹം എനിക്ക് നിറവേറ്റി കൊടുക്കണം. വലിയൊരു സ്ഥാനത്തോട്ട് എനിക്ക് എത്തണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. എനിക്കും വലിയ സ്ഥാനത്തോട്ട് എത്തണം. പക്ഷേ അതും നടക്കുന്നില്ല. ആ കേസ് കാരണം എനിക്കൊരു നല്ല ജോലി കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ട് ജീവരാജിനോട് പിന്നെയും പറയണേ, എനിക്കൊരു പണി ചെയ്തൂടെ, മഞ്ചാടിയെ കണ്ടൂടെ, ആ മാഷ് ഇവിടെ സ്ഥലത്തില്ല എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നത്. മഞ്ചാടി അത് നേരിൽ കണ്ട് അവളോട് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ പറഞ്ഞൂടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ അതിൽ ഒരു ശരിയുണ്ടെന്നിങ്ങനെ ജീവരാജിന് തോന്നണം. അപ്പോൾ ജീവരാജ് പറയണേ, അതിന് മഞ്ചാടി പിടി തരണ്ടേ, പിടി തന്നെങ്കിലല്ലേ എനിക്കിതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം പിന്നീട് കാണിക്കുന്നത് ശബരിയാണ്. ശബരി ഇവിടെ ഇങ്ങനെ ഈ ഒരു കന്യാശ്ശേരി മനയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ചിരുവാണെങ്കിൽ നിലവിളക്ക് തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശബരിയെ കാണുന്നത്. ശബരിയെ കണ്ട ഉടനെ, ആഹാ ശബരി നീ വന്നല്ലോ, ഞങ്ങൾ വരവും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അനുപമയും പുറത്തോട്ട് വരാനായിട്ടാ. അച്ഛൻ വിളിച്ച് പറഞ്ഞത് പ്രകാരം നീ മാത്രം എത്തിയിരുന്നില്ല, എന്തായാലും നീ എത്തിയല്ലോ, അച്ഛൻ്റെ വാക്കുകൾക്ക് നീ മൂല്യം കൽപ്പിച്ചല്ലോ എന്നൊക്കെ പറയുമ്പോൾ ദയ വഴി വരുന്നു കേട്ടോ. ദയ ശബരി ഇങ്ങനെ തുറിച്ച് നോക്കുക. എന്നാൽ ശബരിയാണെങ്കിലും നല്ല സ്നേഹത്തോടു കൂടി ഇങ്ങനെ നോക്കുമ്പോൾ ദയ ഇങ്ങനെ തുറിച്ച് നോക്കിയിട്ട്, ആഹാ നിങ്ങളെ ഇപ്പോഴാണല്ലേ വന്നത്, എന്നാൽ അച്ഛൻ വിളിച്ചു പറഞ്ഞ അന്ന് രാവിലെ തന്നെ ഇന്ദ്രേട്ടനെ അനുചേച്ചിയെ കാണാൻ വന്നു, നിങ്ങൾ വന്നത് 2 ദിവസം കഴിഞ്ഞിട്ട്, അച്ഛൻ വിളിച്ച് പറഞ്ഞത് പ്രകാരമാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത് എന്ന് ശബരി പറയണേട്ടോ. ഇതേ സമയം അനുപം പറയണേ, നീ എന്തിനാണ് മോളെ വന്ന പാടെ ശബരിയോട് വഴക്കിടുന്നത് എന്ന് പറയണ്ട. അപ്പോൾ ശബരിയാണെങ്കിൽ അതൊക്കെ പോട്ടെ ചേച്ചി, അവളെന്താ വെച്ചാൽ പറഞ്ഞോട്ടെ, അതൊന്നും എനിക്ക് വിഷയമല്ല, ഉണ്ണിക്കുട്ട എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ കളിപ്പിക്കാണ്. അപ്പോൾ കുട്ടി എടുക്കുമ്പോൾ പോകുന്നില്ല, ശബരിയുടെ അടുത്തോട്ട് പോകുന്നില്ല കേട്ടോ. അപ്പോൾ ശബരി അച്ഛനാടാ, നിൻ്റെ അച്ഛൻ എന്തൊക്കെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ കുട്ടി പോകുന്നില്ല. അപ്പോൾ ശബരിയുടെ മുന്നിൽ വെച്ച് തന്നെ ദയ പറയണേ, നിൻ്റെ അച്ഛനാടാ, അച്ഛൻ്റെ അടുത്തേക്ക് പോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോവാൻ ഇതാകുമ്പോൾ കുഞ്ഞിങ്ങനെ ചെറുതായി പോകാനുള്ള ആ ഒരു ഇത് വരികയാണ് കേട്ടോ. അപ്പോൾ അത് കാണുന്ന അനുപമക്കും ചേരുവിനും അവളുടെ ഒരു ചെറിയൊരു ചാഞ്ചാട്ടം ഉണ്ടല്ലോ എന്നുള്ള ആ ഭാവത്തിൽ ഇങ്ങനെ നിൽക്കണം കേട്ടോ. ഇതേ സമയം എന്താ ദയ, നീ ശബരി വന്ന പാടെ ഈ മുറ്റത്ത് നിന്ന് തന്നെ സംസാരിക്കുന്ന, അകത്തോട്ട് കയറി വരാൻ പറ എന്ന് പറയട്ടോ. അപ്പോൾ ഇതേ സമയം ശരി പറയണേ അനുസരിച്ച് അവർ തമ്മിൽ എങ്ങനെയാ സംസാരിച്ചോട്ടെ, നമുക്ക് ചായ എടുത്തതിന് ശേഷം അവർ വിളിക്കാമെന്ന് പറയണേ. അങ്ങനെ അവർ രണ്ടുപേരും പോവാണ് കേട്ടോ. ഇതേ സമയം ദയയുടെ അഹങ്കാരത്തിന് ഒരു കുറവില്ല. ശബരിയോട് പറയണേ, അതെ നിങ്ങൾക്ക് ഈ മന ഇഷ്ടപ്പെട്ടോ, എങ്ങനെയുണ്ട് ഈ മനയുടെ അന്തരീക്ഷമൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാൻ കേട്ടോ. അത് കേട്ട ശബരി പറയണേ, മനയൊക്കെ അടിപൊളി തന്നെ, പഴയ കാലത്ത് ആ ഒരു ഫീല് ഇവിടെ വന്നാൽ കിട്ടുന്നുണ്ട്, നല്ല മന തന്നെയാണ്, എങ്കിലും കൂടി എന്ന് പറയുമ്പോൾ എന്താ എങ്കിലും കൂടി. ഇത് കേട്ട ശബരി പറയണേ, അല്ല നിന്നെപ്പോലെയുള്ള ആൾക്ക് ഈ മനയിലൊക്കെ ജീവിക്കാൻ കഴിയുമോ, നീയൊക്കെ ഈ സുഖസൗകര്യത്തിൽ ജീവിക്കോ, പഴയകാല വീടല്ലേ, അപ്പോൾ അതിൻ്റേതായ കുറവുകൾ ഈ വീട്ടിലുണ്ടാവുമല്ലോ, അതൊക്കെ നിനക്ക് പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ദയ ശബരിയുടെ മുഖത്തടിച്ച് പറയണേ, എനിക്ക് പഞ്ചരത്നത്തിനേക്കാളും നിങ്ങളുടെ വീടിനേക്കാളും ഒക്കെ ഇഷ്ടം ഇപ്പോൾ ഈ മനയാണെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന ശബരി ആകെ ഞെട്ടി നിൽക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്. എന്നാൽ ഈ സമയം ഇനി ദയ പറയാൻ പോകുന്നത്, ഈ വീട്ടിൽ നമുക്ക് രണ്ടാൾക്കും സുഖമായി ജീവിക്കാൻ ശബരിയേട്ടൻ എൻ്റെ കൂടെ ഇവിടെ നിൽക്കുക എന്നുള്ള ആ വാക്കായിരിക്കും കേട്ടോ. എന്തായാലും ഇനി ശബരി 1.5 മറുപടി തന്നെ ആയിരിക്കും ദയക്ക് കൊടുക്കുന്നത്. ആദ്യമൊക്കെ ഒന്ന് ഒതുങ്ങി കൊടുക്കുമെങ്കിലും കൂടി, പക്ഷേ ദയയുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തായാലും ഈ മനയിൽ ശബരി നിൽക്കില്ല.